ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ, മഴ തുടങ്ങണുള്ളൂ. പല തവണ വന്ന് താൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ യുവതിക്ക് നേരെ അയൽവാസിയുടെ ആക്രമണം. റോഡിൽ വെള്ളമൊഴുകുന്നത് മണ്ണിട്ട് തടഞ്ഞത് ചോദ്യം ചെയ്ത യുവതിക്ക് നേരെയാണ് ക്രൂരമായ ആക്രമണമുണ്ടായത്. കൊച്ചി അയ്യമ്പള്ളിയിൽ ഇന്നലെയായിരുന്നു സംഭവം. ഇരുമ്പ് ചൂലുകൊണ്ടുള്ള ആക്രമണത്തിൽ യുവതിയുടെ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ചേച്ചി, ആൾക്ക് അവിടെ പൊക്കാം, അവിടെ പൊക്കിയാ വെള്ളം കയറിയില്ല. ഇത് ഈ മെറ്റൽ ഇവിടെ ഇട്ടിട്ട് പൊക്കേണ്ട കാര്യമുണ്ട്. ഇത് റോഡിന്റെ ഒപ്പത്തിനെ വെച്ചേക്കണ. റോഡിനൊപ്പം വീടിന്റെ മുൻവശം റോഡിലേക്ക് ഞാൻ ഒരു ഇഞ്ച് കയറിയിട്ടില്ല. എന്റെ വീടിന്റെ ഞാനിത് പണ്ട് നിങ്ങൾക്ക് ഞാൻ മഴ തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ കച്ചറ തുടങ്ങി. എൻ്റെ വീട് നിന്റെ വീട്, ഇവിടേക്ക് വെള്ളം വരാൻ പാടില്ല, അങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം മുഹമ്മദും സണ്ണിയും വാസുദേവനും അയ്യപ്പനും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കുക. വലിയ പ്രകൃതി നമ്മുടെ അഹങ്കാരത്തിന് വലിയ തിരിച്ചടി നമുക്ക് നൽകിയത് നമുക്ക് പാഠമാണ്. ചെയ്യല്ലേ, ഇത്തരത്തിലുള്ള അഹങ്കാര മനോഭാവങ്ങളൊക്കെ മാറ്റിവെച്ച് വെള്ളം പോകാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അത് ഡ്രെയിനേജിലേക്ക് ആക്കാൻ വേണ്ടി പഞ്ചായത്തിനോട് പറഞ്ഞ് അതിനുള്ള സൊല്യൂഷൻ കാണുന്ന തമ്മിൽ തല്ലുന്ന ഇത്തരം പരിപാടികൾ ഈ കേരളം പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണുമുന്നിലൂടെ കണ്ടു. ഇപ്പോൾ മഴ തുടങ്ങുകയാണ്, എന്തൊക്കെ ആവുമെന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള ഐഡിയ ഇല്ലാതെ ആശങ്കയോടുകൂടി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ 2 മണിയോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് പറഞ്ഞിട്ട് സകലമാനം മൊബൈൽ ഫോണുകളിലൂടെയും അലാറം അടിച്ചു. ഇന്ന് 50 കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിക്കാൻ പോകുന്നു, ഇടിമിന്നലോട് കൂടിയ മഴ. നാളെ ഇന്ന ജില്ലയിൽ മഴ. നോക്കൂ, കവളപ്പാറയും ചൂരൽമലയും ഒക്കെ നമുക്ക് നൽകിയ ഒരുപാട് സങ്കടത്തിൻ്റെ കണ്ണീരിൻ്റെ കഥയുണ്ട്. എത്ര ആളുകളാണ് സ്വന്തം വീടുകളിൽ നിന്ന് തൊട്ടടുത്തുള്ള സ്കൂളുകളിലും മറ്റു അഭയം തേടിയത് എന്ന് നമ്മളിപ്പോഴും മറന്നു പോവാണ്. നമ്മൾ സ്വാർത്ഥന്മാരായി മാറുകയാണ്, എന്നിട്ട് തല്ലുകൂടുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ അങ്ങോട്ട് വന്നാൽ, വെള്ളപ്പൊക്കം വന്നാൽ ഈ പറയുന്ന തോടും വീടും റോഡും ഒക്കെ ഒന്നാവുന്നൊരവസ്ഥ കേരളത്തിലുണ്ട് എന്നറിയാത്തവരാണ് ഇവരൊക്കെ. എത്ര ആളുകളുടെ ജീവൻ പൊലിഞ്ഞു. അവിടെ പിന്നെ ഒരു പ്രശ്നമില്ല, പിന്നെ എല്ലാവരും ഒരുമിച്ച് ഒരേ സ്കൂളിൽ ഒരു റൂമിൽ ഒരു ബെഞ്ചിൽ അവിടെ ഇരുന്ന് വിലപിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട് കണ്ടതാണ്. മനുഷ്യരെ മനസ്സിലാക്കി തമ്മിൽ തല്ലാതെ ഈ ഒരു അവസ്ഥയെ നമ്മൾ ഓർത്തെടുത്തുകൊണ്ടെങ്കിലും ക്ഷമിക്കുക. ഞാനെൻ്റെ ഒരു അനുഭവം ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ്. നമുക്കൊക്കെ വലിയ വലിയ വീടും നമ്മളെ വീടിന് ഗേറ്റും മതിലും ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞ പ്രളയത്തിൽ നിലമ്പൂരിലൊക്കെ വെള്ളം കയറി, ചൂരൽമലയ്ക്ക് മുമ്പ്. ആ വെള്ളം കയറി രാത്രി ഞാനൊരു സ്കൂളിലേക്ക് ചെല്ലുകയാണ്. അവിടെ കുറേ അഭയാർത്ഥികളായ ആളുകളുണ്ട്. അപ്പോൾ ഒരു വ്യക്തി എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. 2 നിലയുള്ള അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ 2ാം നിലയുടെ ഓട് പോലും മൂടപ്പെട്ടിട്ട് അതാ കാണുന്ന ഓട് കണ്ടോ യാസറേ, അതിൻ്റെ വീടാണ്. ഇഷ്ടം പോലെ വസ്ത്രം ഉണ്ടായിരുന്നു. ഞാനതൊന്നും എടുക്കാതെ ഞാൻ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. എനിക്ക് പറ്റുമെങ്കിൽ ഒരു കള്ളിമുണ്ടും ഒരു ബനിയനും വാങ്ങിക്കൊണ്ടു തരുമോ എന്ന് ചോദിച്ചു. മനുഷ്യൻ്റെ ഒരവസ്ഥ അതാണ്. മാത്രവുമല്ല, ചൂരൽമലയിലൊക്കെ ഒപ്പം ഉറങ്ങിയ, ഒരേ കട്ടിലിൽ ഉറങ്ങിയ, ഒരേ വീട്ടിൽ ഒരേ കട്ടിലിൽ ഉറങ്ങിയ ആളുകൾ കിലോമീറ്ററുകളോളം പുഴയിലൂടെ വന്ന് ആ മൃതദേഹങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യം എനിക്കൊരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മനുഷ്യൻ്റെ അഹങ്കാരത്തിനോട് തമ്മിത്തല്ലിനോടുള്ള പ്രകൃതി അത് കൃത്യമായി നമുക്ക് കാണിച്ചു തരും. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടിട്ടില്ലായെങ്കിൽ ഒരു മഴ പെയ്ത് വെള്ളം വന്നപ്പോഴേക്കും അയൽവാസികൾ തമ്മിൽ തല്ലുന്ന ഒരു വീഡിയോ, ഇന്ന് അത് കേസെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. കേസും കൂട്ടൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഇന്ന് ആലപ്പുഴയിൽ വലിയ പ്രശ്നം നടക്കുന്നുണ്ട് വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട്. മഴ ശക്തിയായാൽ പലരും വീട് വിട്ട് ആരാണ് സഹായത്തിനെത്താൻ ഉണ്ടാവുക എന്നുള്ളത് പോലും അറിയാതെ അത്തരം അവസ്ഥയിൽ നിൽക്കുകയാണ്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഇങ്ങനെയൊരു വീഡിയോ ഇനി കാണാതിരിക്കട്ടെ. മുൻകഴിഞ്ഞ നാളുകളിൽ ഇത്തരം വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടുകൊണ്ട് ആളുകൾ പ്രയാസം അനുഭവിച്ചതും വലിയ വീടുള്ളവനും ചെറിയ വീടുള്ളവനും ഒക്കെ അഭയാർത്ഥികളായി മാറിയ സാഹചര്യത്തെ എല്ലാവരും മറന്നുപോകുന്നു. എല്ലാം നഷ്ടപ്പെട്ടില്ലേ, വീട് പോലും സ്ഥലം പോലും നഷ്ടപ്പെട്ടു. എവിടെയാണ് എൻ്റെ സ്ഥലം ഉണ്ടായിരുന്നത് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് മുഹമ്മദ് ആകട്ടെ, പിന്നെ സണ്ണി ആകട്ടെ, അയ്യപ്പനാകട്ടെ, ഇനി മറ്റാരെങ്കിലും ആകട്ടെ, നമ്മളൊന്നും ഇത്തരം കാര്യങ്ങളിലേക്ക് പോയി തമ്മിൽ തല്ലി കടിപിടി കൂടി കേസും കൂട്ടവുമായി ഒരു മഴക്കാലത്തെ
നമ്മൾ സ്വാഗതം ചെയ്താൽ നമുക്ക് മുന്നേ വന്ന പല പ്രകൃതി ദുരന്തങ്ങളെയും അതിൻ്റെ സംഭവ വികാസങ്ങളെയും നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ വീണ്ടും അഹങ്കാരത്തിലേക്ക് കുടിയേറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവരുത്.